വീട്ടുകാർക്ക് വിഷമമുണ്ട്. അതിപ്പം ഞാൻ പറയട്ടെ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 25 വർഷമായി, 24 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടുകാർ വിഷമിച്ച് കഴിഞ്ഞാൽ വിഷമിച്ചുകൊണ്ടിരിക്കട്ടെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഇല്ലാത്ത വിഷമം ഇനി എന്തിനാ വീട്ടുകാർക്ക്? കാരണം വേറൊന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടൊരു പെണ്ണെ ഞാൻ കല്യാണം കഴിച്ചു. ഇന്ന് വരെ ഈ സമയം ഞാൻ ജോണിയോട് സംസാരിക്കുന്ന സമയം വരെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറഞ്ഞ് ലേഖയാണ്. ഭാര്യയ്ക്ക് ഭാര്യയുടെ സ്ഥാനം, അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം. ഓഫ് കോഴ്സ് അമ്മ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, എൻ്റെ എല്ലാമായിട്ടുള്ള എന്താണ്, എന്നും ഒരു ദിവസം ഞാൻ ആലോചിക്കാത്ത ഒരു ദിവസം പോലുമില്ല അമ്മ. നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാനും അതിനുചിതമായ ഒരു മറുപടി തരുന്നത് അവിടാണ് ഞാൻ. പ്ലീസ് നോട്ട് യുവർ പോയിന്റ്. ഉചിതമായ ഒരു മറുപടി കിട്ടുന്നത്. കാരണം ഒരു ഭാര്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഭർത്താവിനെ കുളത്തിൽ കൊണ്ട് ചാടിക്കാം. അങ്ങനെ എനിക്ക് എക്സാമ്പിളായിട്ടുള്ള ഒരുപാട് ഫാമിലി അറിയാം. കാരണം വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഭർത്താവിൻ്റെ അടുത്ത് ഓഫ് മൂഡിലിരിക്കുമ്പോൾ പറയും. അദ്ദേഹം ഫോൺ ചെയ്ത് പിന്നെ എന്തെങ്കിലും സംസാരിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. അത് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറിനെ, കരിയറിനെ ബാധിക്കുന്ന രീതിയിൽ മാറും. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ അങ്ങനെയല്ല. നല്ലത് പാടിയാൽ നല്ലതാണെന്ന് പറയും. ഇനി ഒരു പക്ഷേ വേണുഗോപാലാണ് നല്ലത് പാടുന്നതിൽ എൻ്റെ ഭാര്യ പറയും, ആ പാട്ട് ശ്രീകുട്ടനെക്കാട്ടി നന്നായിട്ട് വേണുഗോപാൽ പാടിയെന്ന് പറയും. അതാണ് എനിക്കിഷ്ടം. കാര്യം എന്താണെന്നറിയോ? കാരണം ജെനുവിനായിട്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു ഇടം നമ്മുടെ വീട്ടിൽ കിട്ടും. ഞാൻ കല്യാണം കഴിക്കാതെ ഒരു 10-14 വർഷം ജീവിച്ചു എന്നേ ഉള്ളൂ. അനാവശ്യമായിട്ട് വന്നിട്ട് ഒരുപാട് പേര് പിന്നെ അത് സ്വാഭാവികമല്ലേ. നമ്മുടെ നാട്ടു നടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ആരെയും കുറ്റം പറയത്തില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഇവിടെ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ സങ്കുചിത മനോഭാവമുള്ള വ്യക്തികളാണ്. ഇന്നും ഇപ്പം കേശവൻ പിള്ള എന്നുള്ള ഒരാളിനുണ്ടെങ്കിൽ കേഷ് എന്നിട്ട് പേരിട്ട് അവൻ മറ്റേ ബെർമൂടയും ബാക്കി തലമുടിയൊക്കെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു 26 വയസ്സാകുമ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ച് പറയും, മോനെ ആ ജാതകം കഴിഞ്ഞ് കൊണ്ടുപോവാ, അതൊന്ന് നോക്കിയിട്ട് നിൻ്റെ 7 കണ്ടകശനിയാണ്, അതുകൊണ്ട് നീ കെട്ടണ്ടെന്ന് പറഞ്ഞാൽ അവൻ കെട്ടത്തില്ല. ഇവിടെ ലിവിങ് ടുഗദറോ ഒന്നും നടക്കത്തില്ല. നമുക്ക് ഗോഡ്സ് ഓൺ കൺട്രി ഇവിടെ ഒരു ചിട്ടയുണ്ട്. ഈ പറയുന്ന എല്ലാവരും എത്ര പിന്നെ വളരെ ഫോർവേഡായിട്ട് ഒരു വെസ്റ്റേൺ ചിന്താഗതിയോട് കൂടി പോണവരും ഫൈനലി ഈ ജാതകം നോക്കാതെയും ജ്യോത്സ്യം പറയുന്നത് കേൾക്കാൻ കെട്ടുന്നവരുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ജീവിച്ചു 10-14 വർഷം വി ലിവ് ടുഗദർ. ഞങ്ങൾ ഇതൊന്നുമില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ഇതായിട്ട് അങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കാം, എതിർപ്പോട് കൂടി ജീവിക്കാം. ഒരു രസമാണ്. കാരണം ഞാൻ ആദ്യം പിന്നെ മദ്രാസിൽ പോവും, പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ ഇവിടെ മദ്രാസിൽ വരും, എന്നിട്ട് അവിടെ താജിലും ബാക്കിയുള്ള എല്ലാം കറങ്ങി നടക്കുക. അതൊരു ത്രില്ലാണ്. അതിൻ്റെ ഒരു രസമൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ അത് ആരും, ഞാൻ ഈ പറയുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ആരും അത് ഫോളോ ചെയ്യേണ്ട. അത് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ ലിവിങ് ടുഗദർ അങ്ങ് മാറിയിട്ട് വേറെ ആളിനെ തരേണ്ടി വരും. അപ്പോൾ അതല്ല, അതൊരു ത്രില്ലാണ്.